കർക്കിടക മാസത്തിൽ പത്തില തോരൻ കഴിക്കണം എന്നാണല്ലോ. പത്തില കഴിക്കണം എന്നാണല്ലോ. തോരനായാലും എന്തായാലും എങ്ങനെയായാലും ഒരിലയെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ വീട്ടിലുള്ള ചീരച്ചേമ്പിൻ്റെ ഇല എടുത്തിട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ. അത് അരിഞ്ഞ് വന്ന് തോരനായി കഴിയുമ്പോഴത്തേക്കും ഒരാൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളതൊക്കെ പറിച്ച് അരിഞ്ഞെടുത്ത് അതിൻ്റെ തണ്ടിൽ നിന്ന് ഒടിച്ചെടുത്തിട്ടാണ് എടുത്തിരിക്കണേ. അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒന്ന് കഴുകണം കേട്ടോ. നമ്മൾ എന്തായാലും പറമ്പിൽ നിൽക്കണതായാലും ടെറസിൻ്റെ മുകളിൽ നിൽക്കണതായാലും ഒന്ന് കഴുകിയെടുക്കണം. മഴ പെയ്യുന്നുണ്ട്, എന്നാലും നമ്മുടെ ഒരു കഴുകണം. എന്നാലേ അതിൻ്റെ ഒരു ശരിയാവുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് പൊക്കോളുമല്ലോ. അപ്പം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചേ ഉള്ളൂ. കണ്ട് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്ര ഉള്ളൂ. ഇനി നമുക്കത് പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, ചെറിയ ജീരകം, ഒരു നുള്ളു ജീരകം മതി കേട്ടോ, ഒന്ന് പൊട്ടട്ടെ. ചെറിയ തീയിൽ വയ്ക്കണേ. അതിലേക്ക് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റുക, ഒന്ന് മൂക്കട്ടെ. അതിലേക്ക് നാളികേരം ചിരണ്ടിയത് ഒരു അരമുറിയുടെ ഒരു കാൽഭാഗം മതി. കാര്യം ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്തിരിയല്ലേ ഇലയുള്ളൂ, അതുകൊണ്ട് നാളികേരം അതനുസരിച്ച് മതിയാവും. അല്ലെങ്കിൽ നാളികേരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ ഇല ചേർക്കുക. അപ്പം തന്നെ അടച്ചു വയ്ക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല ഒന്ന് അമങ്ങി ഇങ്ങനെ എന്താ പറയുക, ആ പൊങ്ങി നിൽക്കണ ഇലയൊക്കെ കൂടി ഒന്ന് സോഫ്റ്റ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ പിടിക്കില്ല ഒന്നും. വീണ്ടും ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ചേമ്പില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.